ഈ ഇറാൻ പോലൊരു രാജ്യത്തെ ഏകപക്ഷീയമായിട്ട് ആക്രമിക്കുക ഒരു നിലപാടെടുക്കാൻ സത്യം ഇന്ത്യക്ക് ഇപ്പൊ എന്ത് പ്രസക്തി രാഷ്ട്രീയമാണ്. ഞാൻ അതായത് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ പോളിസി ഡിസിഷനാണ്. അത് പല കാര്യങ്ങളുണ്ട്. അല്ലല്ല, ഇന്ത്യക്ക് ഒന്നാമത് തന്നെ നോൺ അലൈൻഡ് നേഷനായിട്ട് പറഞ്ഞ ഒരു ചേരിയുമില്ല. ഇവിടെ ഇന്ത്യ രണ്ടിടത്തും നിന്നുകൊണ്ട് രണ്ടിടത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചു. രണ്ട് സമുദ്ര രാജ്യമാണ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തവരാണ് ആരാണ്? ഇസ്രായേൽ ഉണ്ടായിരുന്നു. അമേരിക്ക അത്രയും ചെയ്തില്ല. അപ്പൊ ഇന്ത്യ ഇപ്പൊ എന്ത് ചെയ്യണം? ഇന്ത്യ ആ സമയത്ത് തങ്ങളെ ഈ സ്വന്തം രാജ്യത്ത് നടന്ന സംഭവത്തിൽ ആ മലയാളി സമൂഹത്തെയാണ് ചേർത്ത് പിടിക്കുന്നത്. ഇന്ത്യയെ പറയുന്ന രണ്ടാമത്തെ കാര്യം മലയാളി സമൂഹത്തെ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങൾ മാറ്റി ചർച്ച വരും. നമ്മളെല്ലാം പ്രൗഡ് ഇന്ത്യൻസ്, പ്രൗഡ് കേരളീസ്. ഞങ്ങളെ സംബന്ധിച്ച് അത് തന്നെയാണ്. നിങ്ങൾ ഇന്ത്യയെ കുറിച്ച് പറയണോ അതോ നമുക്ക് ഉപരിക്കും സദസ്യത്തിനും മലയാളത്തെ കുറിച്ച് പറയാം? ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇന്ത്യൻ പാസ്പോർട്ട്. അതെ, ഇൽസിനെ പുറത്തറിയുന്നത് പുറത്തുള്ള വിദേശീയ ചോദിക്കുകയാണ്, നീ ആരാണ്? ഞാൻ ഇന്ത്യക്കാരനാണെന്നല്ലേ പറയും. അല്ല, അത് അത് അങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്തൊക്കെയാണോ നമുക്ക് ചോദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞു. നമ്മൾ മലയാളികൾക്ക് ഈ മലയാളി ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരനാകുന്നത്. നമ്മൾ ഇന്ത്യയെ അന്നത്തെ ഇന്ത്യയെ തിരിച്ചറിയാൻ പോയതാണ്. അന്നത്തെ ഇന്ത്യയെ മറന്നു പോയിക്കൊണ്ടാണ്. ഒരു കാര്യം, കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ മലയാളി കൗൺസിൽ ഉണ്ട്. അടുത്ത 20 വർഷത്തേക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് കൂടുന്നത്. അപ്പൊ സ്വാഭാവികമായും കഴിഞ്ഞ 30 വർഷം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് സത്യസന്ധമായ ഒരു വിലയിരുത്തൽ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ 30 വർഷം ഞാൻ കുറച്ചൊന്നും വിശദീകരിച്ച സമയത്ത് താങ്കളില്ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ഇത്രയും വർഷങ്ങൾ എന്തൊക്കെ ചെയ്തു? ഐഡിയ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു സൗഹൃദ സംഘടനയാണ്. എവിടെ ചെന്നാലും നമുക്ക് മലയാളികളുടെ സുഹൃത്തുക്കളുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ 3 tier സിസ്റ്റമാണ്. ഒന്ന് പ്രൊവിൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, റീജിയൻ ആൻഡ് ഗ്ലോബൽ. അപ്പോൾ നമ്മുടെ പിന്നെ യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മിക്കവാറുള്ള സിറ്റികളിലൊക്കെ വേൾഡ് മലയാളി കൗൺസിലിന്റെ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പ്രവർത്തിക്കാൻ പോയ ചില കാണുമായിരിക്കും. എന്നാൽ അവിടെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. പല പിന്നെ ഏത് റീജിയൻസ്, അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും എല്ലാ കോണിലും നമ്മുടേതായ ഒരു ശൃംഖലയാണ്. ഇസ്രായേലിലുള്ള മലയാളികളെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. അവരോട് പ്രശ്നമില്ല. ഞങ്ങളെ നിർബന്ധിച്ച് നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കരുത്. സജീവമാക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാറ് അതിന്റെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഞാൻ അവിടെ പോയത് 23 ഓഗസ്റ്റിൽ പോയി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഒരു ഡെലിഗേഷൻ ഭാഗമായിട്ട് എന്നെ വിളിച്ച് നമ്മുടെ പത്രക്കാരെയൊക്കെ വിളിച്ച കൂടുതൽ പോകാനായിട്ടിരിക്കുന്നതാണ്. ആ സമയത്താണ് ഒക്ടോബർ 23 ഒക്ടോബർ 7 രണ്ടാമത്തെ ഇത് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്, ഇത് ഔദ്യോഗികമായിട്ട് അത് ലോഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. മലയാളികൾ ഒരുപാട് വരും. പ്രത്യേകിച്ച് കുറച്ച് മലയാളി ജ്യൂസും ഉണ്ട്. ഇവിടെ കൊച്ചി നിന്നൊക്കെ പോയ ആൾക്കാർ കുറച്ച് പേരുണ്ട്. അത് വളരെ കുറച്ച് പേര്. മറ്റു ഒരുപാട് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നു. ഞാൻ പലരെ അവിടെ വെച്ചിട്ടുണ്ട്. ചിലരാണെങ്കിൽ അവിടെ പിന്നെ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ വിസയൊന്നും ഇല്ലാതെ ജോലി ചെയ്യുന്നതാണ്. എയർപോർട്ടിലൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട്. അപ്പോൾ അവരെല്ലാം ഇപ്പം ഞങ്ങളുടെ ഫോണിൽ 2-3 പേരായിട്ട് ഇപ്പോൾ ടെലിവിഷനിൽ കണ്ടില്ലേ, ജോസ് സ്ലീപ്പ എന്ന് പറയുന്ന പാർട്ടി. ഇവിടെ എൻ്റെ സുഹൃത്താണ്. ഇവിടെ എവിടെയുള്ള പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകും. പിന്നെ നമ്മളിപ്പോൾ എന്തായാലും ഈ LBC ചോദിച്ചാൽ ചോദിച്ചു എന്താണ് ഇത്രയും നമ്മൾ ആ സമയത്ത് എല്ലാം നമ്മൾ ഇന്ത്യൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ചിന്തിച്ചുള്ള മലയാളി. ഞാൻ ഇവിടെ വരുന്ന 45 വർഷം മുമ്പ് വരുന്നു. എന്നെ ആദ്യമേ ആൾക്കാർ കണ്ടത് മലബാറിയാണ്. അപ്പോൾ ആ സമയത്ത് ചെറിയ വിഷമം ഉണ്ടല്ലോ, വളരെ തുച്ഛമായിട്ടാണ്. ഈ 45 വർഷം കൊണ്ട് ഇന്ത്യക്ക് മാറി വരുന്ന ഇന്ത്യയുടെ മുഖം
ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വർദ്ധിച്ച ഒരു റെക്കഗ്നീഷൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് രാജ്യത്ത് പോയാലും ആദ്യമേ ഇന്ത്യക്കാരനെ കാണുന്നവരല്ല ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് തരുന്നത്. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം. അത് വലിയ നേട്ടമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറയുന്നത് കാരണം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വാല്യൂ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് ഞാൻ പറഞ്ഞു നമ്മൾ ആധികാരികത വേണ്ടേ? സാർ പറയുന്നത് എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവരും പണ്ടേ മനസ്സിലുണ്ട്. ഒരിക്കലും ഒരു കൊച്ചത്തോടുകൂടി എവിടെയെങ്കിലും കൊച്ചു നേരത്തിന് വന്നിട്ടില്ല. പക്ഷേ സാറ് പറയുന്നു ഇന്ത്യക്കാരന് ആഗോളതലത്തിൽ ബഹുമാനം വർദ്ധിക്കുകയാണ്. പക്ഷെ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വാല്യൂ താഴേക്ക് പോകണം. വിഷയം തന്നെ വർദ്ധിച്ചു വരുന്നതാണ്. എന്താണ് പ്രസക്തി എന്നുള്ളത് ഈ സമയത്ത് പറയണേ. നേരത്തെ എന്താണ് ഇന്ത്യൻ മിലിറ്ററിയുടെ ഇത് വർദ്ധിച്ചു വരുന്നു, ഇന്ത്യയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നു. നമ്മുടെ സബ്ജക്ട് നമ്മുടെ ആ സബ്ജക്ട് അന്ന് നമുക്ക് സംസാരിക്കാം. താങ്കൾ പറയണം കേട്ടോ, പുള്ളിയെ ടോട്ടൽ 400 പേരാ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 150 പേര് കാണും, 250 പേര് പുറത്തുനിന്ന് വരും. അത് ഭാരതത്തിലൊരു ഇതിനോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനത്തിൽ ഞങ്ങളതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. പറയുകയാണെങ്കിൽ നമ്മൾ അസർബൈജാനിലേക്ക് പോകാൻ എടുത്ത തീരുമാനം ബാക്കി പോലെയുള്ള ജനുവരിയിൽ എടുത്തതാണ്. അപ്പൊ അസർബൈജാൻ എന്തുകൊണ്ട് എടുത്തു? ഒരു താങ്കൾ എന്റെ ആൻസർ കേൾക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ നോക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ നോക്കുന്നുണ്ട്, ആൾക്കാർക്ക് ഈസി ആക്സസ്, പിന്നെ ആൾക്കാർ താല്പര്യം, ഡെലിഗേറ്റ്സ് എല്ലാം താല്പര്യമുള്ള ഒരു സ്ഥലം. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നോക്കേണ്ടത് ബാങ്കോക്കിൽ നമ്മൾ പോയിട്ടുണ്ട്, മലേഷ്യയിൽ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു എല്ലായിടത്തും പോയിട്ടുണ്ട്. യൂറോപ്പ്, USA എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം എല്ലാ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ പുതിയ ഈസ്റ്റ് യൂറോപ്യൻ ഡെസ്റ്റിനേഷൻ കാണുന്നുണ്ട്. അർമേനിയ നോക്കി, അസർബൈജാൻ നോക്കി, ജോർജിയ നോക്കി. അവിടെ ഒന്നും ഒരു കോൺഫറൻസ് ഫെസിലിറ്റിക്കുള്ള ഇത്ര ഈ 400 പേരെ കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയാണ് ജനുവരിയിലായി തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ 2 പേരും കൂടെ ചേർന്ന് ഞങ്ങൾ പിന്നെ ഇവിടെയൊക്കെ പോയിട്ട് അസർബൈജാനിൽ ചെന്നെ അവിടെ നല്ലൊരു ബാക്കുവിൽ വലിയൊരു ഹോട്ടൽ, അതായത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കോൺഫറൻസ് ഫെസിലിറ്റിയേക്കാൾ കൂടുതൽ ഗംഭീരമായിട്ടുണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ഉണ്ട്, ഈസി കണക്ഷൻസും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. പിന്നീടാണ് ഈ ഒരു ഇഷ്യൂ വന്നത്. അപ്പം നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യയായിട്ടുള്ള സംഘർഷത്തിൽ ആൾക്കാർ ചോദിച്ചു, ആൾക്കാർ പറഞ്ഞ സമയത്ത് ചോദിച്ചു, പിന്നെ ദേശസ്നേഹം കൂടിയ ചില ആൾക്കാർ വന്ന് നിങ്ങളുടെ പറഞ്ഞു നിങ്ങൾ എന്തിനെ അസർബൈജാൻ നടത്തുന്നു. അപ്പോൾ അത് ഞാൻ ഒരു മറുപടി ഞാനൊരു യൂട്യൂബിൽ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയും അസർബൈജാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇന്ത്യ അവിടെ ഒരു 10,000 കോടിയോടെ ഇന്ത്യൻ റുപ്പീസ് അവിടെ ചെലവാക്കിയിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും അസർബൈജാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 7ാമത്തെ ട്രേഡ് പാർട്ണറാണ് അസർബൈജാൻ. ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ US, സെക്കൻഡ് ചൈന, 7ാമത് അസർബൈജാനാണ്. നമ്മുടെ ഇന്ത്യക്കാർ ഒരുപാട് പേര് അവിടെ ജോലി ചെയ്യുന്നു, ഒരുപാട് പേര് വ്യവസായം ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു, പുറത്ത് ഇന്ത്യൻ കുട്ടികൾ അവിടെ പഠിക്കുന്നു. ഇന്ത്യയും അസർബൈജാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോശമായത് അസർബൈജാൻ അർമേനിയയും തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വംശീയ നാശത്തിന് വേണ്ടി അർമേനിയ ശ്രമിച്ചപ്പോഴും അവരെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തു, ഇന്ത്യ അസർബൈജാനെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് ചെറിയ ഇന്ത്യ അർമേനിയെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിഷം. ഞാൻ ചെന്നുകൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞു, നിങ്ങളുമായിട്ട് എത്രയോ സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജനതയെ, അസർബൈജാൻ ഒരുപാട് മുസ്ലിംസാണ്, ഞങ്ങളുടെ ജനതയെ കൊന്നൊടുക്കിയ ആൾക്കാരെ എന്തിനാ സപ്പോർട്ട് ചെയ്തത് നമുക്ക് ചോദിച്ചു. അപ്പോൾ അതിനുള്ള വിഷമം അവരുണ്ട്. അവർ നമുക്ക് അവിടെ വിസയാണ്, അതേപോലെ ഫെസിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും, വിസയ്ക്ക് യാതൊരു റെസ്ട്രിക്ഷൻസ് വരും. ഇതൊക്കെ കൊണ്ടോട്ടാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ വന്നപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ചില ആൾക്കാർക്ക് നിങ്ങളുടെ രാജ്യദ്രോഹികളോട് കൂടും. ഞാൻ പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഇട്ട വാച്ച് ഊരികളാം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ, ഇതൊക്കെ ചൈനയിൽ നിന്ന് വന്നതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ചൈനയാണ് ഈ പാകിസ്ഥാൻ 81% ആയുധം കൊടുത്താരാണ് ചൈനയാണ്. അത് കഴിഞ്ഞ് കൊടുത്താരാണ് നെതർലാൻഡ്സാണ്. അത് കഴിഞ്ഞാണ് തുർക്കി കൊടുത്തത്.
പിന്നെ നമ്മളെ അടിക്കാനുള്ള ആയുധം കൂടുതൽ കൊടുത്തുകാരാണ്. വേറെ പഴയ F-16 അവാർഡ്സ് വിമാനങ്ങളും കൊടുത്തുകാരാണ് USA ആണ്. അങ്ങനെയാണെങ്കിൽ അവരെല്ലാം നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കണം. ഇത് നമ്മളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇത്രയും കൊണ്ട് 1.25 കോടി രൂപ അവിടെ കൊണ്ട് ചിലവാണ്. തിരിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചു. നമ്മൾ ചോദിച്ചു നമുക്ക് മാറ്റാം. പക്ഷേ അവർക്ക് ഇത്രയും നഷ്ടമാണെന്ന് അവർ തരുമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധം വന്ന സാഹചര്യത്തിൽ അവർ പൈസ തരാൻ തയ്യാറാണ്. 24 പേര് പിടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അവിടത്തേക്കുള്ള ഫ്ലൈറ്റൊക്കെ ഡിസ്റ്റർബ് ആയതുകൊണ്ട് അവർ പറഞ്ഞു ശരി. ഇപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ വലിയ റിസ്ക് എടുക്കണ്ട, നമുക്കിവിടെ ചെന്ന് നടത്താം. അങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടായത്. അതായത് നമ്മൾ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു. പിന്നെ ഇത് ഊതിപ്പെരിപ്പിക്കാനായിട്ട് പിന്നെ ചില നമ്മുടെ രാജാവിനേക്കാളും വലിയ രാജ്യഭക്തി കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ അതല്ലല്ലോ, യോജിക്കതല്ലല്ലോ. നമുക്ക് നമ്മുടെ രാജ്യസ്നേഹം അവിടെ പോയതുകൊണ്ട് കൂടുന്നുമില്ല, അല്ല കുറയുന്നുമില്ല. അവിടെ പോകാതിരുന്നുകൊണ്ട് രാജ്യസ്നേഹം കൂടുന്നുണ്ട്. നമ്മുടെ രാജ്യസ്നേഹം എന്നും നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ അതാ കൊണ്ട് നടക്കുന്നത്. എനിക്കതേ പറയാനുള്ളൂ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ. കാരണം ഒത്തിരി പേര് അത് ഊതി വീർപ്പിക്കാനായിട്ട് ശ്രമം നടത്തി. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ചെയ്തത്. പക്ഷെ അതിനകത്ത് ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. നമ്മുടെ ധൈര്യമായിട്ട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു നമ്മളവിടെ പോകുന്ന ഇതുകൊണ്ടൊക്കെയാണ്. ഞങ്ങൾ എല്ലാ ആൾക്കാരോടും ചോദിച്ചു. അവർക്ക് സാധാരണക്കാരായ ആൾക്കാരാണ്. ഇത്രയും പൈസ ചിലവാക്കി ഓരോരുത്തർ 50,000 60,000 റുപ്പീസ് ചിലവാക്കിയാണ് അവിടെ നിന്ന് വന്നത്. അവർക്കത് നഷ്ടപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത് എന്ത് വന്നാലും നമുക്ക് അവിടെ പോയി അവിടെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഒന്നുമില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഒരുപാട് ആൾക്കാർ കാണിച്ചു. എനിക്കത് അതിനെക്കുറിച്ചുള്ള ചിത്രം അത് കഴിഞ്ഞതാണ്.